Charge of income tax. Okay, section 4, which is the charging section of income tax. നമ്മൾക്കതിങ്ങനെ കഷ്ണമായിട്ട് നമുക്കിങ്ങനെ പഠിക്കാം. അപ്പൊ നിങ്ങൾക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യം പിടികിട്ടും. ഇപ്പൊ ഇത് ആദ്യം വായിച്ചു നോക്കാം. ഇതിനൊരു സെന്റൻസ് പോലെ നിങ്ങൾ വായിച്ചു നോക്കാം. ഇതിന്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് കാണാം നിങ്ങൾക്ക്. അത് അവിടെ നിൽക്കട്ടെ. ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഓൺ ദി ഇൻകം ഓഫ് പേഴ്സൺ. ശരിയാണോ? ഇൻകം ഓഫ് ദി പേഴ്സന്റെ മുകളിലല്ലേ ചാർജ് ചെയ്യുന്നത്? അപ്പൊ ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ദി പേഴ്സൺ. അതിലേക്ക് ഒരു വാക്കും കൂടി ആഡ് ചെയ്തു. ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് പേഴ്സൺ. ഓക്കെ, ടോട്ടൽ ഇൻകം. അങ്ങനെ ഒരു ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും, ടോട്ടൽ ഇൻകം. ഓക്കെ, നമ്മൾ ഇൻകം ടാക്സ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ട്സിൽ നിങ്ങൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നത് എന്ത് പ്രോഫിറ്റ് ആണ്? ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും അല്ലേ? എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മുഴുവൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്ത് പ്രോഫിറ്റ് ആണ്? നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ ഇൻകം ടാക്സിലും ഗ്രോസ് ഇൻകമും ഉണ്ട്, നെറ്റ് ഇൻകമും ഉണ്ട്. ഓക്കെ, ഈ ഗ്രോസ് ഇൻകം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ നെറ്റ് ഇൻകം. ആ നെറ്റ് ഇൻകം തന്നെയാണ് ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നുള്ളത് അതിന്റെ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറുതെ ഇൻകം എന്ന് പറയാൻ പാടില്ല, ടോട്ടൽ ഇൻകം എന്ന് തന്നെ പറയണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകം അവിടെ ടോട്ടൽ ഇൻകം എന്ന് എഴുതിയിട്ടുള്ളത്. സോ ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് പേഴ്സൺ. ഓക്കെ, ടോട്ടൽ ഇൻകം ഓഫ് പേഴ്സൺ, ഇൻകം എന്നല്ല, ടോട്ടൽ ഇൻകം ഓഫ് പേഴ്സൺ. ഓക്കെ, ടോട്ടൽ ഇൻകം ഓഫ് എവറി പേഴ്സൺ. ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് എവറി പേഴ്സൺ. എന്താണ് ഈ എവറി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണേ? എവറി പേഴ്സൺ. ആ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. ആരാണ് ഈ പേഴ്സൺ? പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി അല്ലേ? പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി. പക്ഷെ ഇൻകം ടാക്സിന്റെ ഒരു സെക്ഷൻ അനുസരിച്ച്, അതായത് ഇൻകം ടാക്സ് പറയുന്ന റൂൾസും റെഗുലേഷൻസും എല്ലാം അനുസരിച്ച് പേഴ്സൺ എന്ന് പറയുന്ന വാക്കിന് ഒരു വ്യക്തി എന്ന് മാത്രമല്ല അതിൽ ഡെഫിനിഷൻ ഉള്ളത്. ഓക്കെ, അതിന്റെ കീഴിൽ ഒരുപാട് വേറെ ആൾക്കാരും വരുന്നുണ്ട്, വേറെ സംഗതികളൊക്കെ വരുന്നുണ്ട്. അത് ഇന്ന് തന്നെ നമ്മൾ അത് പഠിക്കും. അപ്പൊ അത് കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാം. ഓക്കെ, അതുകൊണ്ടാണ് എവറി പേഴ്സൺ എന്ന് പറയുന്നത്. വെറുതെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എവറി പേഴ്സൺ. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഓഫ് എവറി പേഴ്സൺ. പ്രീവിയസ് ഇയർ ഓഫ് എവറി പേഴ്സൺ. ഓക്കെ, അടുത്ത സംഭവം പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ ഓഫ് എവറി പേഴ്സൺ എന്നാ പറയുന്നത്, ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ. അങ്ങനെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് അസസ്മെന്റ് ഇയർ 21-22 ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ടാവും അസസ്മെന്റ് ഇയർ 2021 എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ മുമ്പത്തെ കൊല്ലത്തെ കുട്ടികളുടെ എടുത്ത് നോക്കിയാൽ അസസ്മെന്റ് ഇയർ 19-20 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ മുമ്പത്തെ നോക്കി കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയർ 18-19 എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ കൊല്ലം പുതിയതായിട്ടാണ് ടെക്സ്റ്റ് ഇറക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അസസ്മെന്റ് ഇയർ 21-22 ആണ്. ഈ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഏത് കൊല്ലത്തിലാണ് ടാക്സ് അസസ് ചെയ്യുന്നത്? ഓക്കെ, ടാക്സ് കാൽക്കുലേഷൻ നടത്തിയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് ഏത് കൊല്ലമാണ്? അതാണ് അസസ്മെന്റ് ഇയർ. ഓക്കെ, അതായത് ഞാൻ ഇപ്പൊ ടാക്സ് അടയ്ക്കാൻ പോകുന്നത് ഈ പറയുന്ന 21-22 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയറിലാണ്. ഓക്കെ, ഇക്കൊല്ലം ഞാൻ എൻ്റെ ഇൻകം അസസ് ചെയ്യണം. ഏത് കൊല്ലത്തിന്റെ ഇൻകമാണ് ഞാൻ അസസ് ചെയ്യാൻ പോണത്? 21-22 ഞാൻ ഏൺ ചെയ്ത ഇൻകമാണ്. 21-22 ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ, 21-22 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 21-22 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻകം എന്താണെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതെനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ ടാക്സ് അടയ്ക്കുന്നത് 21-22ലാണ്.
അപ്പൊ ടാക്സ് അടയ്ക്കുന്ന കൊല്ലമാണ് അസസ്മെന്റ് ഇയർ. അപ്പൊ ഏത് ഇൻകത്തിന്റെ ടാക്സ് ആണ് 21-22 അടയ്ക്കാൻ പോണത്? ഞാൻ 2021 ഏൺ ചെയ്ത ഇൻകത്തിന്റെ. ഓക്കെ, 2021 ഞാൻ ഇൻകം ഏൺ ചെയ്തു, പലതരത്തിൽ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ എനിക്ക് ചിലപ്പോൾ വീടുണ്ടായിരുന്നുണ്ടാവാം, ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവാം, ഞാൻ എന്തായാലും കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. ഇനി ഇതല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഇൻകം ഏൺ ചെയ്തു. ഓക്കെ, അങ്ങനെ പലതരത്തിൽ എനിക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അപ്പൊ ഈ പറയുന്ന ഇൻകം എല്ലാം എനിക്ക് കിട്ടിയത് ഫിനാൻഷ്യൽ ഇയർ 2021 നോക്കിയാൽ. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1st April to 31st March. അപ്പൊ 1st April 2020 to 31st March 2021 ഈ പറയുന്ന ടൈം പീരിയഡിന്റെ ഉള്ളിൽ ഞാൻ ഏൺ ചെയ്ത ഇൻകത്തിന്റെ ടാക്സ് ആണ് ഞാൻ എപ്പോൾ അടയ്ക്കുന്നത്? 1st April 2021 മുതലുള്ള ഈ പറയുന്ന കൊല്ലത്തിൽ. ഓക്കെ, അപ്പൊ 1st April 2020 to 31st March 2021, അതായത് ഫിനാൻഷ്യൽ ഇയർ 2021. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ 2020 ടു ഫിനാൻഷ്യൽ ഇയർ 2021 എന്ന് പറയുന്ന ഈ കൊല്ലം ആണ് നമ്മളുടെ പ്രീവിയസ് ഇയർ. ഓക്കെ, അതൊന്നും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. ഞാനൊരു പിക്ചറൊക്കെ വരയ്ക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയറിൽ, അതായത് കഴിഞ്ഞ കൊല്ലം ഞാൻ എന്ത് ഇൻകം ഏൺ ചെയ്തോ അതിന്റെ ടാക്സ് ആണ് ഞാൻ ഇക്കൊല്ലം അടയ്ക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ കൊല്ലം ഞാൻ എന്തൊക്കെ ഇൻകം ഏൺ ചെയ്തു എന്നല്ല എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഏൺ ചെയ്തതിന് മാത്രം എനിക്ക് പറയാം. കാരണം കഴിഞ്ഞ കൊല്ലം തീർന്നു. അപ്പൊ കഴിഞ്ഞ കൊല്ലം March 31st കൂടി കഴിഞ്ഞ കൊല്ലം തീർന്നു. ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ ഇവിടെ പറയണത് കേട്ടോ. ഇവിടെ നമ്മൾ കാലണ്ടർ ഇയർ അല്ല നമ്മൾ പറയുന്നത്, ഫിനാൻഷ്യൽ ഇയർ ആണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1st April to 31st March. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 1st April 2020 മുതൽ 31st March 2021 വരെ ഞാൻ എന്തൊക്കെ ഇൻകം ഏൺ ചെയ്തു എന്നുള്ളത് ഞാൻ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പൊ അത് എന്റെ ഇക്കൊല്ലത്തെ മുമ്പത്തെ കൊല്ലല്ലേ? ഇപ്പൊ നടക്കുന്നത് ഏത് കൊല്ലാണ്? 21-22, ശരിയാണോ? അതിന്റെ മുമ്പത്തെ കൊല്ലം എന്ന് പറയുന്നത് 2021 ആണ്. ഓക്കെ, അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ഞാൻ എന്ത് ഇൻകം ഏൺ ചെയ്തു അതിന്റെ കാൽക്കുലേഷൻ ഇക്കൊല്ലം നടത്തിയിട്ട് ഞാൻ ഇക്കൊല്ലം ടാക്സ് അടയ്ക്കും. ഓക്കെ, ഫോർ എനി അസസ്മെന്റ് ഇയർ എന്നും കൂടി അഡീഷൻ ആഡ് ചെയ്തു. എന്താ പറഞ്ഞത്? ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഫോർ എനി അസസ്മെന്റ് ഇയർ. അപ്പൊ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ അസസ്മെന്റ് ഇയർ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? അസസ്മെന്റ് ഇയർ 21-22. അപ്പൊ ഈ 21-22 നിങ്ങൾ കാൽക്കുലേഷൻ തുടങ്ങി. ഓക്കെ, ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാൽക്കുലേഷൻ തുടങ്ങി. ഏത് കൊല്ലത്തെ ഇൻകത്തിന്റെ? പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ. ഓക്കെ, 21-22 എന്ന് പറയുന്ന കൊല്ലത്തിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം എന്തായിരുന്നോ അതാണ് പ്രീവിയസ് ഇയർ. ആ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന്റെ ടാക്സ് ആണ് ഈ കൊല്ലം അടയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അറ്റ് ദി റേറ്റ്സ് സ്പെസിഫൈഡ്. ഓക്കെ, അറ്റ് ദി റേറ്റ്സ് സ്പെസിഫൈഡ്. ഓരോ കൊല്ലവും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ കേരള ബജറ്റ് നടന്നില്ലേ? ഇതേപോലെ നാഷണൽ ബജറ്റ് നടക്കാറുണ്ട്. അറിയോ? നാഷണൽ ബജറ്റ്, സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ബജറ്റ്. ഈ ബജറ്റ് നടക്കുന്നത് ഏത് മാസമാണെന്നുള്ളത് അറിയോ? യൂഷ്വലി അത് ഫെബ്രുവരി മാസത്തിലാണ് നടക്കുക. ഓക്കെ, യൂഷ്വലി അങ്ങനെ ബജറ്റില് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, ഞാൻ നിങ്ങളോട് തുടക്കം തന്നെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് എടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ പണി കാരണമാണ്. ഓക്കെ, ഗവൺമെന്റ് ഇങ്ങനെ എല്ലാ കൊല്ലവും ബജറ്റ് വെച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും പുതിയ പുതിയ എന്താ പറയാ റൂൾസ് റെഗുലേഷൻസ്, അതുപോലെ പുതിയ പുതിയ സെക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് കാരണമാണ് നിങ്ങൾക്ക് എല്ലാ കൊല്ലവും ടെക്സ്റ്റ് മാറ്റേണ്ടി വരും ഈ പറയുന്ന ഇൻകം ടാക്സിന് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ റേറ്റ്സ് എത്ര പെർസെൻറ്റേജ് ആണ് ഓഫ് ഇൻകം ആണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്
എത്ര പെർസെൻറ്റേജ് ആണ് GST ആയിട്ട് പോവുക, എത്ര പെർസെൻറ്റേജ് ആണ് ഇൻകം ടാക്സ് ആയിട്ട് വരുന്നത്, ഇൻകം ടാക്സിന്റെ എത്ര സ്ലാബ്സിലാണ് നിങ്ങൾക്ക് ടാക്സ് റേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ബജറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബജറ്റില് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ബജറ്റിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലിങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇക്കൊല്ലത്തെ ബജറ്റിൽ എന്തെങ്കിലും ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. ആ മാറ്റങ്ങൾ മതി നമ്മളുടെ ഉത്തരങ്ങൾ തെറ്റാനായിട്ട്. കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരം തെറ്റാനായിട്ട് ആ മാറ്റങ്ങൾ മാത്രം മതി. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ഒക്കെ പുതിയത് വേണം എന്നുള്ളത് പറയണത്. എസ്പെഷ്യലി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ള ടാക്സ് റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്നത് നല്ലോണം മനസ്സിലാക്കി എടുക്കേണ്ട പുതിയ ടാക്സ് റേറ്റ്സ് ആണ്. കഴിഞ്ഞ കൊല്ലത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൊളാവുകയുള്ളൂ. അത് നിങ്ങൾ നോക്കുകയരുത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന റേറ്റ്സ് ഓഫ് ടാക്സ് ദിസ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദി ആനുവൽ ബജറ്റ് ബൈ ദി ഗവൺമെന്റ്. അപ്പൊ അതിലെന്ത് റേറ്റ്സ് ആണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ പേ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഫോർ എനി അസസ്മെന്റ് ഇയർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനുള്ളുണ്ട്. ഇതിനെയാണ് ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണോട്ടാ. അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ട് പഠിപ്പിച്ചു തന്നെ. ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ്ഡ് ഫോർ എനി അസസ്മെന്റ് ഇയർ. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞത് ഏതൊരു അസസ്മെന്റ് ഇയറിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു അസസ്മെന്റ് ഇയറിലാണ് ചാർജ് ചെയ്യുക. എങ്ങനെയാണ് ചാർജ് ചെയ്യണത്? എന്താണോ ആ അസസ്മെന്റ് ഇയറിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ്സ്, ടാക്സ് റേറ്റ്സ് അറ്റ് ദി റേറ്റ്സ് സ്പെസിഫൈഡ്. ഓക്കെ, എന്തിന്റെ മുകളിലാണ് ടാക്സ് അടയ്ക്കുന്നത്, അല്ല ടാക്സ് കാൽക്കുലേഷൻ നടത്തുന്നത് അസസ്മെന്റ് ഇയറിൽ? ഓൺ ദി ടോട്ടൽ ഇൻകം. ഓക്കെ, എപ്പോഴത്തെ ടോട്ടൽ ഇൻകത്തിന്റെയാണ് നടത്തുന്നത്? ഓഫ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ, ആർക്കാണ് ടാക്സ് അടയ്ക്കേണ്ടി വരിക? ഓഫ് എവ്രി പേഴ്സൺ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പറയുന്ന ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴാണ് അസസ് ചെയ്യുന്നത്? അസസ്മെന്റ് ഇയറിൽ. എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? അപ്പോഴത്തെ റേറ്റ്സ് എന്താണോ അത് വെച്ചിട്ടാണ് അസസ് ചെയ്യുന്നത്. എന്തിന്റെ മുകളിൽ അസസ് ചെയ്യുന്നത്? ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ അസസ് ചെയ്യുന്നത്. ഏത് ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ അസസ് ചെയ്യണത്? പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ അസസ് ചെയ്യണത്. ആരുടെ മുകളിൽ, ആർക്കാണ് ഈ അസസ്മെന്റ് നടത്തേണ്ടത്? എല്ലാ പേഴ്സൺസും, എവ്രി പേഴ്സൺ. ഓക്കെ, ഇത് ആണ് നിങ്ങളുടെ ചാർജിങ് സെക്ഷൻ. ആ ചാർജിങ് സെക്ഷൻ നിങ്ങൾക്ക് വെരി ഷോർട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന സെക്ഷൻ 4 ചാർജിങ് സെക്ഷൻ. ഓക്കെ, ഈ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് വെരി ഷോർട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അതായത് സെക്ഷൻ എയിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് അർത്ഥം. വേണമെങ്കിൽ ഒരു 2-3 ലൈൻ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നിങ്ങൾക്ക് അടിയിൽ എഴുതാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. സെക്ഷൻ ബിയിലേക്കും കൂടി ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതാണ് ഇത്. ഓക്കെ, ചാർജിങ് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻകം ടാക്സ് ഇസ് ചാർജ്ഡ് ഇൻ അസസ്മെന്റ് ഇയർ അറ്റ് റേറ്റ്സ് സ്പെസിഫൈഡ് ബൈ ഫിനാൻസ് ആക്ട് ആപ്ലിക്കബിൾ ഓൺ 1st April ഓഫ് ദി റെലവന്റ് അസസ്മെന്റ് ഇയർ. ഈ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നതാണ് എല്ലാ കൊല്ലത്തെയും ബജറ്റിൽ വരുന്നത്. ഓക്കെ, എല്ലാ കൊല്ലത്തെയും ബജറ്റ് തീരുമ്പോൾ ആ കൊല്ലത്തെ ഫിനാൻസ് ആക്ട് ആപ്ലിക്കബിൾ ആയി. അടുത്ത കൊല്ലത്തെ ബജറ്റ് വരുമ്പോൾ പുതിയ ഫിനാൻസ് ആക്ട് വന്നു. അതിന്റെ അടുത്ത കൊല്ലം ബജറ്റ് വരുമ്പോൾ ആ കൊല്ലത്തേക്കുള്ള ഫിനാൻസ് ആക്ട് വന്നു. ഓക്കെ, അങ്ങനെയാണ് അത് നടക്കുന്നത് കേട്ടോ. അപ്പൊ സ്പെസിഫൈഡ് ബൈ ദി ഫിനാൻസ് ആക്ട് ആപ്ലിക്കബിൾ ഓൺ 1st April ഓഫ് ദി റെലവന്റ് അസസ്മെന്റ് ഇയർ. ഓക്കെ, അപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബജറ്റ് നടന്നു. അതായത് 2021 ബജറ്റ് നടന്നു എന്ന് വെക്കുക. ബജറ്റ് നടന്നുണ്ട് വെക്കുകയല്ല, ബജറ്റ് നടന്നുണ്ട്. അപ്പൊ ആ ബജറ്റില് വന്നിരിക്കുന്നത് പുതിയ ഫിനാൻസ് ആക്ട് ആണ്. ആ ഫിനാൻസ് ആക്ട് 21-22 എന്ന് പറയുന്ന കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ് അവരത് അപ്ലിക്കബിൾ ആക്കുന്നത്. ആ കൊല്ലത്തെ അസസ്മെന്റ് ഇയറിനല്ല, പ്രീവിയസ് ഇയറിന്. ഒരാള് ഫിനാൻസ് ആക്ട് എല്ലാം വായിച്ചു, 2021 നടന്ന ഫിനാൻസ് ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കി. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന
ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 21-22 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം എങ്ങനെ ഏൺ ചെയ്യണം, അതിൽ ഇൻകം ടാക്സ് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് അപ്പോഴേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് പ്ലാനിങ് ഒക്കെ നടത്തി, ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തി, എല്ലാം കഴിഞ്ഞിട്ട് 22-23 എത്തുമ്പോൾ അസസ്മെന്റ് ഇയർ വരും അതിന്റെ. അപ്പൊ അയാൾ അതിന്റെ ടാക്സ് അടയ്ക്കും. ഓക്കെ, ഒന്നുകൂടി അസസ്മെന്റ് ഇയറിലേക്ക് നമുക്ക് വരാം. അപ്പൊ പിന്നെ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളൂ അത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് എവറി പേഴ്സൺ ഫോർ ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്താന്നുള്ളത്. ടോട്ടൽ ഇൻകം ഈസ് ദി total income is to be computed as per the provisions of the act. ഓക്കെ, ആക്ടിൽ എന്തൊക്കെ പുതിയ പ്രൊവിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ആ ആക്ട് അനുസരിച്ച് ഉള്ള ആ പുതിയ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് അതിന്റെ മുകളിൽ റേറ്റ്സ് നമ്മൾ വരുന്നത്. ഇൻകം ടാക്സ് ഒരു അഡീഷണൽ പോയിന്റ്, നേരത്തെ പറഞ്ഞതിൽ നിന്ന് അഡീഷണൽ പോയിന്റ് ആണ് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത്. എന്താണ്? Income tax is to be deducted at source or paid in advance wherever required under the provisions of the act. Okay, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും TDS, നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇപ്പൊ ടാലിയുടെ ക്ലാസ് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുപ്പിക്കുന്നത്. അപ്പൊ ഈ ടാലിയുടെ ക്ലാസ് പുറത്തുനിന്നുള്ള ഒരാൾക്ക് എടുക്കുമ്പോൾ ഇവിടുന്ന് കോളേജ് അവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് എ റൂൾ. ഓക്കെ, അത് നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യണം. ബിസിനസ് കോൺട്രാക്ട് വഴി നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ TDS കട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ കൊടുക്കണം, നിർബന്ധമാണത്. ഓക്കെ, എന്നാ എനിക്ക് കോളേജ് സാലറി തരുമ്പോ TDS കട്ട് ചെയ്തിട്ട് തരണം എന്നില്ല. എല്ലാ മാസവും TDS കട്ട് ചെയ്ത് തരണം എന്നൊന്നും നിർബന്ധമില്ല. അതാണ് ഇവിടെ പറയുന്നത് വേർ എവർ റിക്വയർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണോ TDS കട്ട് ചെയ്യണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ്, അവിടെയൊക്കെ TDS കട്ട് ചെയ്തിട്ട് തന്നെ വേണം ഈ പറയുന്ന ഇൻകം അവർക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, so income tax is to be deducted at source actually. Okay, for certain situations deducted at source or paid in advance. ചില സ്ഥലത്ത് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണം, അങ്ങനെയും റൂൾസ് ഉണ്ട്. ഓക്കെ, wherever required under the provisions of the act. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് സെക്ഷൻ എയിൽ മാത്രമാണ് ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ബട്ട് സെക്ഷൻ ബിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതും കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. വെറുതെ ആ സെക്ഷൻ 4 എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസിൽ ഉള്ള അതിനുള്ളത് നിങ്ങൾ എഴുതിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവർ ചോദിക്കണത്. പിന്നെ ഓക്കെ, മേജർ ടെർമിനോളജീസ്. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ചില ടെർമിനോളജീസ് എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ചില വാക്കുകളാണ് ഈ പറയുന്ന സംഗതികൾ. പേഴ്സൺ, അസസി, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ ഇൻകം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ പറയുന്ന 6 എണ്ണവും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെക്ഷൻ എയിൽ ചോദ്യം വരും, ഉറപ്പാണ്. ഏതെങ്കിലും ഒരെണ്ണം, 100% ഷുവർ. ഓക്കെ, കാരണം ഇത് ഈ 6 എണ്ണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ്, ചില ടെർമിനോളജീസ് ആണ്. ഇൻകം ടാക്സ് മുഴുവൻ ഇനി ഇതിനെ പറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ അത് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്, അസസി എന്ന് പറഞ്ഞാൽ ആരാണ്, അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഐ മീൻ എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ്. ഫസ്റ്റ് വൺ, പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു, ഒരാള്, ഒരു വ്യക്തി. ഓക്കെ, സോ അവിടെ നമ്മൾ ചാർജിങ് സെക്ഷൻ പഠിച്ചപ്പോ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ എവറി പേഴ്സൺ ആണ് ഈ ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ എവറി പേഴ്സൺ.
അപ്പൊ ഈ എവ്രി പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എല്ലാ ആൾക്കാരും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് എന്നർത്ഥം, അല്ലേ? എല്ലാ ആൾക്കാരും, എവ്രി പേഴ്സൺ ഇസ് ലയബിൾ ടു പേ ടാക്സ്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ വ്യക്തി എന്നിങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻകം ടാക്സിന് അതൊരു വ്യക്തി അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, പേഴ്സൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇൻകം ടാക്സിന് ഒരു ഇൻഡിവിജ്വൽ അല്ല, അത് എനിബഡി ഹൂ ക്യാൻ ഏൺ ആണ്. ഓക്കെ, എനിബഡി ഹൂ ക്യാൻ ഏൺ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയാ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരായിരിക്കുന്നത്? എനിബഡി ഹൂ ക്യാൻ ഏൺ. ഏൺ ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാ? ആർക്കൊക്കെ ഏൺ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്തായാലും ഒരു സിംഗിൾ വ്യക്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? പേഴ്സന്റെ ഉള്ളിൽ എന്തായാലും കമ്പനിയും പെടും. പേഴ്സണിൽ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൂ എവർ ക്യാൻ ഏൺ ഇസ് എ പേഴ്സൺ. ഓക്കെ, ഫോർ ഇൻകം ടാക്സ് പേർപ്പസ്. ഹൂ എവർ ക്യാൻ ഏൺ ഇസ് എ പേഴ്സൺ ഫോർ ഇൻകം ടാക്സ് പേർപ്പസ്. അപ്പൊ അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ആവാം, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, HUF. ഓക്കെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതായത് പണ്ട് മുതലേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ഇൻഡിവിജ്വലിനോട് ഏകദേശം ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകുടുംബം രീതിയിൽ ഹിന്ദുസിന്റെ, അത് പ്രത്യേകിച്ച് ഇപ്പോഴും നടക്കുന്നതാണ്. ഈ നോർത്തിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, അതായത് പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൂട്ടുകുടുംബം ഇപ്പോഴും കാണാം, നിങ്ങൾക്ക് ഒരുപാട് കാണാം. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫാമിലി എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നുള്ള രീതിയിലാണ് ചെയ്യുക. അവരൊരു പർട്ടിക്കുലർ ബിസിനസ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല അവർ ഏൺ ചെയ്യുന്നത്. അവർ ഈ പറയുന്ന ഫാമിലി ബിസിനസ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? നമ്മൾ സാധാരണ ഇവിടെ കേരളത്തിലൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താ പറയാ, ആ വീട്ടിൽ ഒരു ബിസിനസ് നടത്തുന്നെങ്കിൽ അത് നമ്മുടെ ഫാമിലി ബിസിനസ് ആണ്, അങ്ങനെ പറയും നമ്മൾ. അങ്ങനെയല്ല ശരിക്കും. ഇവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്തെങ്കിലും ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ എന്ത് ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിലും ശരി, ഓക്കെ, വാട്ട് എവർ ദ ഇൻകം മേ ബി, അത് ഹിന്ദു ആ ഫാമിലിയുടെ ഇൻകം ആയിട്ടാണ് ചെന്ന് കയറുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഏൺ ചെയ്യുന്ന ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഇത് ഹിന്ദുസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവരെ മാത്രമേ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ഉണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഉണ്ട്, കമ്പനി നേരത്തെ പറഞ്ഞു, എ ഫേം, എ പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, അതേപോലെ തന്നെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, അതെന്താന്നുള്ളത് ഞാൻ വരാം, അതിലേക്ക് ഞാൻ വരാം. ലോക്കൽ അതോറിറ്റി, അതായത് ഗവൺമെന്റിന്റെ ലോക്കൽ അതോറിറ്റീസ് ഉണ്ടാവില്ലേ, കുറെ എണ്ണം ഇല്ലേ? കുറെ ലോക്കൽ അതോറിറ്റീസ് ഉണ്ട് ഗവൺമെന്റിന്, അവരും ഇൻകം ഏൺ ചെയ്യുന്നതല്ലേ? ഓക്കെ, അതാണ് ഈ ലോക്കൽ അതോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ലോക്കൽ അതോറിറ്റി ആൻഡ് എവറി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, അവിടേക്ക് ഞാൻ വരാം. ഇവിടെ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, രണ്ട് തരത്തിലുള്ളതാണ്. രണ്ടിന്റെയും യൂസ് ചെയ്തിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ഓക്കെ, പേഴ്സൺസിൽ അണ്ടർലൈൻ ചെയ്യും. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, നമ്മൾ പഠിക്കുന്നത് തന്നെ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഇപ്പൊ പേഴ്സണിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പേഴ്സണിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് നമ്മൾ പറയണത്. അതായത് പല പേഴ്സൺസും, അതായത് ഇൻകം ടാക്സിന്റെ കാഴ്ചപ്പാടിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഇവരൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള പേഴ്സൺസിന്റെ ഡെഫിനിഷനിൽ വരുന്ന പല ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള ആൾക്കാർ, അവരെല്ലാവരും കൂടിയിട്ട് ഒരു അസോസിയേഷൻ വരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ്, ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, ഒരു കമ്പനി ഉണ്ട്, ഒരു ഫേം ഉണ്ട്. ഈ മൂന്ന് പേരും കൂടിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ, ഒരു കമ്പനി, ഒരു ഫേം, ഇവർ മൂന്നുപേരും കൂടിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. എന്നിട്ട് ആ കൂട്ടായ്മയാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് നടത്തിയത്.
ഓക്കെ, ആ ബിസിനസ്സിലാണ് ഇൻകം വന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണായി മാറും. ഓക്കെ, അതൊരു അസോസിയേഷൻ ഓഫ് പേഴ്സണായി മാറും. അണ്ടർസ്റ്റുഡ്? മനസ്സിലായി എന്ന് വിചാരിക്കണോ? അത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അസോസിയേഷൻ പോലെ തന്നെയുള്ള ഒരു സംഗതിയാണിത്. ഇവിടെ പറയുന്നത് പക്ഷെ എന്താണ്? ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവിടെ ഇൻഡിവിജ്വൽ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് മാത്രമേ ഇതിൽ കണക്കാക്കപ്പെടുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽസ് ഒരു 4-5 പേര് കൂടിയിട്ട് ഒരു ബോഡി ഉണ്ടാക്കി. ഓക്കെ, അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവര് ഒരു 4-5 പേര് കൂടിയിട്ട് ഇപ്പൊ ഒരു ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ട് അവര് കുറച്ച് പേര് കൂടി. ഓക്കെ, അവര് എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് ഒരു ഫണ്ട് റൈസിങ് ആക്ടിവിറ്റി അവർ നടത്തി, എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നടത്തി, ഒരു ആക്ടിവിറ്റി ഒക്കെ നടത്തി. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ആ കൂട്ടായ്മ അവർ വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. മനസ്സിലായ? പക്ഷെ അവർ അതിൽ നിന്ന് എന്തുണ്ടാക്കി? ഇൻകം ഉണ്ടാക്കി. ഓക്കെ, അവർ ഇൻകം ഉണ്ടാക്കി. അപ്പൊ ആ ഇൻകം എന്ന് പറയുന്നത് വിൽ ബി ടാക്സബിൾ നോട്ട് അണ്ടർ ദി ഹെഡ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിന്റെയും തലയിൽ അല്ല ഈ ഇൻകം ടാക്സബിൾ ആവുന്നത്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നുള്ള പേരിൽ ഇവര് 4 പേരും കൂടിയിട്ട് എന്താണോ ചെയ്തത്, അങ്ങനെ ആ ബോഡി ഓഫ് ഇൻഡിവിജ്വലിന്റെ പേരിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഓക്കെ, അതാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. മറ്റേത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് സംഗതി എന്നുള്ളത് കേട്ടോ. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എഴുതേണ്ടി വരികയാണെങ്കിൽ, ഓക്കെ, വാട്ട് ഇസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണ്. ഇത്രേ ഉള്ളൂ. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഈ പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷന്റെ ഉള്ളിൽ വരുന്ന ആര് തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ടായാലും അത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയി മാറും. ഓക്കെ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ കുറെ ഇൻഡിവിജ്വൽസ് തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്കും ഇൻകം ഏൺ ചെയ്യാം. അപ്പോൾ അവര് ഈ പറയുന്ന പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവരും വരും. ഓക്കെ, പിന്നെ പറഞ്ഞത് ഏറ്റവും അവസാനം പറഞ്ഞത് എവ്രി അതർ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മെയ്ഡ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയത് മാൻ മെയ്ഡ്, അതാണ് ആർട്ടിഫിഷ്യൽ. ഞാന് ഇവിടെ ഹിന്ദി സിനിമയിലെ ഒരു ഹിന്ദി സിനിമയുടെ കാര്യം ഞാൻ പറയാം. അതായത് PK എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിക്കവരും കണ്ടിട്ടുണ്ടാവണം. അത്രയും ഹിറ്റ് പടമല്ലേ. കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിലൊരു സീനുണ്ട്. ആമിർ ഖാൻ പോയിട്ട് ഒരു കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതില് എന്താ പറയാ റെഡ് കളറിലുള്ള ഇത് വെച്ച് തേച്ചതിന് ശേഷം മാറി നിൽക്കും. അപ്പൊ അവിടെ ആൾക്കാർ വന്നിട്ട് ഈ കോയിൻസ് ഇടും, നോട്ട് ഇടും, അങ്ങനത്തെ പൈസ ഒക്കെ അവിടെ ഇട്ടിട്ട് അവര് പോവും. അത് കൊണ്ടേ വെച്ചത് ഇപ്പൊ ആമിർ ഖാനാണ്. ഓക്കെ, അപ്പൊ ആമിർ ഖാൻ എന്ത് ചെയ്യണു? അന്ന് വൈകുന്നേരം ആവുമ്പോ അത് മുഴുവൻ കളക്ട് ചെയ്യാണെന്ന് വെക്കുക. ഇപ്പൊ അതൊന്നും ആ സിനിമയിൽ കാണിക്കുന്നില്ല. ഞാൻ ആ സിനിമയുടെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ കാണിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് അയാൾ ആ പൈസ മുഴുവൻ കളക്ട് ചെയ്തിട്ട് അയാളുടെ പോക്കറ്റിൽ ഇട്ടിട്ട് അയാൾ പോകും. ഓക്കെ, പിറ്റേ ദിവസം ഇതേപോലെ തന്നെ എല്ലാവരും വരും. അവര് ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ച് പൈസ ഒക്കെ ഇട്ടിട്ട് അവര് പോകും. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ എടുത്തിട്ട് പോകും ഇയാള്. ഓക്കെ, അപ്പൊ ഇത് ആരുടെ ഇൻകമാണ് ശരിക്ക്? ആരുടെ ഇൻകമാണ് ഇങ്ങനെയാണെങ്കിൽ? ആമിർ ഖാന്റെ ഇൻകം ആണോ? എന്നാ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ദി ഇൻകം ഓഫ് ദാറ്റ് സ്റ്റോൺ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാ ഈ സ്റ്റോൺ എങ്ങനെ പോയിട്ട് ടാക്സ് അടയ്ക്കാന്ന് വിചാരിക്കും. ടാക്സ് അടയ്ക്കാൻ പോകുന്നത് ആമിർ ഖാനാണ്. ബട്ട് ഇൻ ദി നെയിം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഇൻഡിവിജ്വൽ പേഴ്സൺ. ഓക്കെ, പേഴ്സൺ, ഇൻഡിവിജ്വൽ അല്ല, ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് പേഴ്സൺ. ഓക്കെ, അപ്പൊ അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ആയപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ ഒരാള് പറയാണ് എന്റെ വീട്ടില് ഒരു ദിവസം ഒരു ദിവ്യശക്തി ഞാൻ കണ്ടു, അപ്പോ ഞാൻ അവിടെ ഒരു അമ്പലം പണിയാൻ ഉദ്ദേശിക്കുന്നു
എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഒരു ചെറിയൊരു അമ്പലം പണിതിട്ടു. ആൾക്കാരെല്ലാവരും വിശ്വസിച്ച് എന്ത് ചെയ്തു, എല്ലാ ദിവസവും ആ അമ്പലത്തിൽ പോയിട്ട് തൊഴാൻ തുടങ്ങി. അവിടെ പോയിട്ട് ഈ എന്താ പറയാ അവര് ഈ ഭണ്ണാരത്തിൽ വയസ്സിടാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ആ വീടിന്റെ ഉടമസ്ഥനല്ല ആ ഇൻകത്തിന്റെ ടാക്സ് അടയ്ക്കേണ്ട ആള്. ശരിക്കും എന്താ പറയാ, അയാൾക്കേ നേരിട്ട് പോയി അടയ്ക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ഇസ് ടാക്സ്ഡ് ഇൻ ദി നെയിം ഓഫ് ദാറ്റ് ടെമ്പിൾ. മനസ്സിലായോ? ആ ടെമ്പിൾ ഇസ് ദി ഇൻകം ഏർണർ. ഇപ്പൊ നമ്മൾ ബിസിനസ് ആണെങ്കിലും അത് ബിസിനസ് ആണോ നേരിട്ട് പോയിട്ട് ടാക്സ് അടയ്ക്കണത്? അല്ലല്ലോ. ആ ബിസിനസ് നടത്തുന്ന ആളാണ് അത് കൊണ്ടുപോയിട്ട് ടാക്സ് അടയ്ക്കണത്. അതുപോലെ തന്നെ ഓക്കെ. അപ്പൊ ഈ പറയുന്ന അമ്പലം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും അവിടെ ചെയ്യുന്നില്ല അല്ലെ? അവിടെ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. അവിടെ ബിസിനസ് ഒന്നും ചെയ്യാത്ത സിറ്റുവേഷനില് തന്നെത്താനെ ഇൻകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അവിടെ. ഓക്കെ, ഇൻകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെ വരുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യലി ജൂറിഡിക്കൽ, അതിനെയാണ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആസ് പെർ ദി ജുഡീഷ്യറി, ആസ് പെർ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി കൺട്രി, ദിസ് ഇസ് അനദർ പേഴ്സൺ, ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് പേഴ്സൺ. ഓക്കെ, അപ്പൊ ആ പേഴ്സൺ പ്രത്യേകിച്ച് ബിസിനസ്സും ചെയ്യുന്നില്ല, വേറെ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല, തന്നെത്താനെ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ ആ പേഴ്സൺ, അങ്ങനത്തെ പേഴ്സൺസിനെയാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ, അവിടെ ആ അമീർ ഖാൻ കൊണ്ടുവച്ച സ്റ്റോണിൽ എന്തൊക്കെ ഇൻകം ഉണ്ടോ ആ ഇൻകത്തിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് ദാറ്റ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ആണ്. ഓക്കെ, അവിടെ എടുത്തു വെച്ച ആ കല്ലാണ് പിന്നെ ആ ടാക്സ് അടയ്ക്കേണ്ട ആള് ശരിക്കും. അപ്പൊ ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റോൺ ഓർ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റി, he is going to pay the tax. Okay, so that is another person. അത് ഇൻഡിവിജ്വൽ അല്ല, ദാറ്റ് ഇസ് അനദർ പേഴ്സൺ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഓക്കെ, അതാണ് ഈ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, ആരാണ് അസസി? ഹൂ ഇസ് എൻ അസസി? എവറി ടാക്സ് പേയർ ഇസ് എൻ അസസി. ഓക്കെ, ആരെയാണോ നമ്മൾ അസസ് ചെയ്യുന്നത് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്, അസസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരുടെ ഇൻകം എടുത്തിട്ടാണോ കാൽക്കുലേഷൻ ഒക്കെ നടത്തുന്നത്, ഇത്ര എമൗണ്ട് ടോട്ടൽ ഇൻകം ഉണ്ട്, ആ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ഇത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കണം എന്നുള്ളത് ആരുടെ മുകളിലാണോ നമ്മൾ ചെയ്യുന്നത്, അവരെല്ലാവരും അസസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ എന്റെ ഇൻകം ആരെങ്കിലും, ഐ മീൻ ഇൻകം ടാക്സ് അതോറിറ്റീസ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐ ആം എൻ എസ് എസ് സി. ഓക്കെ, there is a business organization, a partnership firm for example, that partnership firm is also an assessee. Business organization, a company. Okay, a company, ആ കമ്പനിയുടെയും ഇൻകം ടാക്സ് അതോറിറ്റീസ് ചെക്ക് ചെയ്യും. അപ്പോൾ ദാറ്റ് കമ്പനി ഓൾസോ ബിക്കംസ് ആൻ അസസി. ഓക്കെ, അപ്പോൾ എവറി ടാക്സ് പേയർ ഈസ് ആൻ അസസി. ഓക്കെ, സോ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്താണ് അസസി എന്നുള്ളത്. അതാണ് ബാക്കി വരുന്നത്. A person by whom any tax or any other sum of money is payable under the act ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞത് ഞാൻ ആദ്യം നോക്കാം. Any person by whom any tax or any other sum of money is payable under the act. ഓക്കെ, ആക്ട് പ്രകാരം നമുക്ക് എന്തെങ്കിലും ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരു അസസിയാണ്. ഓക്കെ, എനി അതർ സം ഓഫ് മണി ഒക്കെ നമ്മൾ വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ അവിടേക്ക് നമുക്ക് വരാം. ആൻഡ് ഇൻക്ലൂഡ്സ്, ഈ പറയുന്ന ആൾക്കാർ കൂടാതെ വേറെ ചില ആൾക്കാരും കൂടി ഇതിൽ വരും. ആരൊക്കെയത്? എവറി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹും എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട് ഹാസ് ബീൻ ടേക്കൻ. ആരെങ്കിലും എന്താ പറയാ, ടാക്സ് വെട്ടിക്കാൻ നോക്കി. ഓക്കെ, ടാക്സ് വെട്ടിക്കാൻ നോക്കി, ആരെങ്കിലും ടാക്സ് അടയ്ക്കാതിരുന്ന് അവര് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതെ ടാക്സ് വെട്ടിക്കാനൊക്കെ നോക്കി എന്ന് വെക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് വരും. കേസ് വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് പ്രൊസീഡിങ്സ് എടുത്തു എന്നർത്ഥം. അതിനെയാണ് പ്രൊസീഡിങ്സ് എടുക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, സോ എവറി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹോം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട് ഹാസ് ബീൻ ടേക്കൺ. ഓക്കെ,
ഈ പറയുന്ന ആക്ട് പ്രകാരം എന്തെങ്കിലും നിയമപ്രകാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പേഴ്സന്റെ മുകളിൽ നടത്തുന്നുണ്ടെങ്കിൽ ആ പേഴ്സണും എന്താണ്, ഒരു അസസിയാണ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, എവ്രി പേഴ്സൺ ഹൂ ഇസ് ഡീംഡ് ടു ബി ആൻ അസസി, അതിനാണ് ഡീംഡ് അസസി എന്ന് പറയാം. ഓക്കെ, ഡീംഡ് അസസി, അതായത് ഡീംഡ് ടു ബി ആൻ അസസി എന്ന് പറഞ്ഞാൽ അസസിയായി കണക്കാക്കപ്പെടും എന്ന് പറയുന്നതാണ് ഈ ഡീംഡ് ടു ബി അസസി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു അച്ഛനുണ്ട്, മകനുണ്ട്, മകൻ നന്നായി പാട്ട് പാടും, പറഞ്ഞല്ലോ, ആ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ പേരൻസ് ഇൻകമേ ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെക്കുക. പേരൻസ് ഇൻകം ഇല്ല, അവർക്ക് ഇൻകം തന്നെ ഇല്ല, അവർക്ക് ജോലി ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഒരു വളരെ പാവപ്പെട്ട ഒരു നാട്ടിൽ നിന്ന്, ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, വളരെ പിന്നോക്കമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇൻകം ഒന്നുമില്ല. ഇയാൾ കൂലിപ്പണിക്കാരനാണ്. ഇപ്പൊ എന്തെങ്കിലും പണിക്ക് വിളിച്ചാൽ മാത്രമേ അയാൾക്ക് പോകേണ്ട കാര്യമുള്ളൂ. അത്രയും ചെറിയ എമൗണ്ട് ഓഫ് ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ ഒന്നും ടാക്സ് മേടിക്കില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ടാക്സിന്റെ റേറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അസസി അല്ല. ഓക്കെ, ഹി ഈസ് നോട്ട് എൻ അസസി ആക്ച്വലി. പക്ഷെ മകൻ പാട്ടുപാടി നല്ലോണം സമ്പാദിച്ചു. ഓക്കെ, നല്ലോണം സമ്പാദിച്ചു. അപ്പൊ അച്ഛന്റെ പേരിലേക്ക് അത് ക്ലബ് ചെയ്യപ്പെടും. അച്ഛൻ ഈ പറയുന്ന മകൻ മൈനർ ആയത് കാരണം മകന് ടാക്സ് അടയ്ക്കാൻ പാടില്ല. അപ്പൊ മകന്റെ ഇൻകം എന്ന് പറയുന്നത് അച്ഛന്റെ പേരിലേക്ക് മാറും. ഓക്കെ, അച്ഛനാണെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മ, ആരാണോ അവരുടെ പേരിലേക്ക് അത് മാറും. ഓക്കെ, അങ്ങനെ വരുമ്പോ ദിസ് പേരന്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എൻ അസസി. ദിസ് പേരന്റ്, ഈ പറയുന്ന അച്ഛൻ അസസിയായി കണക്കാക്കപ്പെടും. ഹി വിൽ ബി ഡീംഡ് ടു ബി ആൻ അസസി. ഓക്കെ, അതാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഡീംഡ് അസസി എന്നുള്ള ഒരു കാറ്റഗറിയിൽ അവർ വരും. ഡീംഡ് അസസി ആണെങ്കിലും ഹി ഈസ് ആൻ അസസി. ഓക്കെ, ഡീംഡ് അസസി എന്ന് പറയണു എന്ന് മാത്രം. അസസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഡീംഡ് അസസി എന്ന് പറയുന്ന ആൾക്കാരും. ഓക്കെ, ദെൻ എവറി പേഴ്സൺ ഹു ഇസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, ഡീഫോൾട്ട് ചെയ്യുന്നു. ഡീഫോൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ അടയ്ക്കാതിരിക്കുക. ഇപ്പൊ എന്താ പറയാ, അസസ് ചെയ്തു പക്ഷെ ടാക്സ് അടച്ചില്ല. ഓക്കെ, കാൽക്കുലേഷൻ ഒക്കെ നടത്തി പക്ഷെ ടാക്സ് അടച്ചില്ല. അപ്പൊ എന്താ ഈ അവിടെ വീഴ്ച വരുത്തി. അങ്ങനെ വീഴ്ച വരുത്തുന്നവരെയാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡീഫോൾട്ട് ചെയ്യുന്ന ആള്, അയാളും അസസി തന്നെയാണ്. അയാൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിലും ഹി ഈസ് ആൻ അസസി. ഓക്കെ, ആൻഡ് ഹി ഈസ് യൂഷ്വലി നോൺ ആസ് അസസി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, അയാൾ ഡീഫോൾട്ട് അയാള് മര്യാദയ്ക്ക് പൈസ അടയ്ക്കാത്ത കാരണം ഡീഫോൾട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് പറയുന്നത്. ഡീഫോൾട്ട് ചെയ്തിട്ടുള്ള ഒരു അസസി. ഓക്കെ, ടാക്സ് മര്യാദയ്ക്ക് അടയ്ക്കാത്ത ഒരു അസസി. സോ ഹി ഈസ് എൻ അസസി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഡീംഡ് ടു ബി അൻ അസസിയും അസസി ഇൻ ഡീഫോൾട്ടും. ഓക്കെ, ഇതെല്ലാം അസസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അസസി എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ എഴുതണം. ഓക്കെ, ഇത് ഫുൾ എഴുതണം. എസ്പെഷ്യലി എന്താ പറയുക, സെക്കൻഡ് ബുള്ളറ്റിൽ ഇട്ടിട്ടുള്ള സംഭവം, അതായത് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി മുതലുള്ളത് എന്തായാലും എഴുതണം. ഓക്കെ, ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ബാക്കിയുള്ളത് മുഴുവൻ എന്തായാലും നിർബന്ധമായിട്ട് എഴുതിയേ പറ്റൂ. അതിൽ ഈ അസസിയും ഡീഫോൾട്ടും വരണം, ഡീംഡ് അസസിയും വരണം, എല്ലാം വരണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം.